ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇതാണ് ചുരയ്ക്ക പരിപ്പ് കറി. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? ഇതാണ് ചുരയ്ക്ക, അറിയാലോ? ഇതിന്റെ പാതി ഭാഗം എടുത്താണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചുരയ്ക്ക കണ്ടിട്ടില്ലാത്തവരുണ്ടോ? കടകളിലെല്ലാം സുലഭമാണ് ഈ പച്ചക്കറി. അപ്പോൾ പാതി എടുത്ത് ഇതിന്റെ തോലൊന്ന് എടുത്ത് മാറ്റണം. ഒരുപാട് ഔഷധ ഗുണമുള്ള പച്ചക്കറിയാണ് ഈ ചുരയ്ക്ക. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലെ തൊടികളിലെല്ലാം ഇത് ധാരാളമായി ഉണ്ടാവുമായിരുന്നു. ഇളയതാണ് എങ്കിലും ഈ കുരുവൊക്കെ എടുത്തു മാറ്റാം നമുക്ക്. ചുരയ്ക്കയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. കുരുവെല്ലാം മാറ്റിയ ശേഷം ഇതിനെ ഒരു മീഡിയം പീസസ് ആയി മുറിച്ചെടുക്കാം. ഒരുപാട് ചെറുതായാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തുവരപ്പരിപ്പിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. അതിൽ ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ചുരയ്ക്കയും നമുക്ക് മുറിച്ചെടുക്കാം. കഷ്ണങ്ങൾക്ക് ഇത്രയും വലുപ്പമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കാം. ഇത്രയും കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചുരയ്ക്ക മുറിക്കുന്നതിന് മുൻപ് കഴുകിയിരിക്കണം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഒരു പിടി തുവരപ്പരിപ്പിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു വിസിലിന് വേവാൻ വെച്ചു. പ്രഷറെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് മുറിച്ചു വെച്ച ചുരയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് വീണ്ടും ഒരു വിസിലിന് വേവാൻ വെക്കണം. കുക്കറിലെ പ്രഷറെല്ലാം പോയി നമുക്കിതൊന്ന് തുറന്നാലോ? കറിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ കറി ലൂസ് കൺസിസ്റ്റൻസിയിലും എടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആക്കിയും എടുക്കാം. കറിയൊന്ന് താളിച്ചെടുക്കാനായി പാനിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ 3 വെളുത്തുള്ളി ചതച്ചതും 4 ചെറിയുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറിയുള്ളി ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കണം. ഇതിലേക്ക് വേവിച്ചു വെച്ച കറിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാനായി കുറച്ച് ലൂസായാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ഇറക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കാം. ചോറ്റുപാത്രത്തിലേക്ക് ആക്കാനായതുകൊണ്ട് ഞാൻ ഇത്തിരി ഡ്രൈ ആയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.